സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന സബ്ജക്റ്റിലെ 2 മോഡ്യൂൾസ് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത് 3 മൊമെന്റ് തിയറം ആയിരുന്നു. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആയിരുന്നു. ഈ 2 മെത്തേഡും നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ തേർഡ് മോഡ്യൂൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കുറച്ചും കൂടി ഹൈ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി വരുന്ന സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, അതായത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഇമ്പോർട്ടൻറ്റ് ടേംസ്, ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്, steps involved in moment distribution method. Coming to introduction, the moment distribution method was first introduced by Professor Hardy-Cross. This method provides a convenient means of analyzing statically indeterminate beams and rigid frames. It is used when number of redundancies are large and when other methods become very tedious. So, ഈ ഒരു മെത്തേഡ് പ്രൊഫസർ ഹാർഡി-ക്രോസ് ആണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിന് ഹാർഡി-ക്രോസ് മെത്തേഡ് എന്നുകൂടി പറയാറുണ്ട്. പിന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ കൂടുതലും കൂടി അഡോപ്റ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റിഡൻഡൻസിൽ നമ്പർ ഓഫ് അൺനോൺസ് കൂടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് ചെയ്ത് വരിക എന്നുള്ളത് കുറച്ചും കൂടി ടീഡിയസ് ആയിട്ടുള്ള വർക്കായി മാറും. സോ അങ്ങനെ വരുന്ന ഒരു കേസിലാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് കൂടുതലും കൂടി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ബീംസിനെയും അതേപോലെ റിജിഡ് ഫ്രെയിംസിനെയും അനലൈസ് ചെയ്യാം. ഈ ഒരു മെത്തേഡിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ബീം ABCD എന്ന് പറയുന്ന ബീം ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജോയിൻസിനെയും നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫിക്സ്ഡ് ആയിട്ടാണ്. ഫിക്സ്ഡ് ആയിട്ടുള്ള ജോയിൻസ് അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റേജിൽ അപ്പോൾ എന്ത് സംഭവിക്കും, ഓരോ ജോയിൻസിലും ഉള്ള മൊമെന്റ്സ് അൺബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ജോയിൻറ്റിലെ ഫിക്സിറ്റി ഉണ്ടല്ലോ, ആ ഫിക്സിറ്റി മെല്ലെ റിലീസ് ചെയ്യും, എന്നിട്ട് റൊട്ടേഷൻ അലൗ ചെയ്യും. എത്ര വരെ റൊട്ടേഷൻ അലൗ ചെയ്യണം, അവിടെയുള്ള ജോയിൻസിലുള്ള മൊമെന്റ്സ് ബാലൻസ് ആവുന്നത് വരെ റൊട്ടേഷൻ അലൗ ചെയ്യണം. അപ്പോൾ മാത്തമാറ്റിക്കലി ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അൺബാലൻസ്ഡ് മൊമെന്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസിങ് മൊമെന്റ് അപ്ലൈ ചെയ്യുവാണ്, വിച്ച് ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ അൺബാലൻസ്ഡ് മൊമെന്റ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ബാലൻസിങ് മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ജോയിന്റിൽ വരുന്ന ബാലൻസിങ് മൊമെന്റിനെ പിന്നെ നമ്മൾ അതിൻ്റെ മെമ്പേഴ്സിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ABCD ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബിയും സിയും ആയിരിക്കും അതിൻ്റെ ജോയിൻസ്. അപ്പോൾ ബിയിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും, BAയും BCയും. അപ്പം ബാലൻസിങ് മൊമെന്റ് നമ്മൾ ബിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെന്റ് പിന്നെ അതിൻ്റെ BA മെമ്പറിലും BC മെമ്പറിലുമാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന മൊമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെന്റ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു മൊമെന്റ് ഒരു മെമ്പറിൽ അലൗ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ പെർമിറ്റ് ചെയ്യുന്നത്, റൊട്ടേഷനാണ് പെർമിറ്റ് ചെയ്യുന്നത് അറ്റ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫാർ എൻഡിൽ ഒരു മൊമെന്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ BA മെമ്പറിൽ ഒരു മൊമെന്റ് വരുവാണെങ്കിൽ അതിൻ്റെ ഫാർ എൻഡ് ഏതായിരിക്കും, A ആയിരിക്കും ഫാർ എൻഡ്. ഓക്കെ, ABCD എന്ന് പറയുന്ന ബീമിൽ B എന്ന് പറഞ്ഞ ജോയിന്റ് എടുത്തു ഞാൻ, അവിടെ ഒരു അൺബാലൻസ്ഡ് മൊമെന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ അൺബാലൻസ്ഡ് മൊമെന്റിനെ ഞാൻ ബാലൻസ് ആക്കാൻ വേണ്ടി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റ് കൊടുക്കുവാണ്. അങ്ങനെ ഒരു മൊമെന്റ് ആ ജോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ആ ജോയിന്റ് നമ്മൾ എങ്ങോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിൻ്റെ മെമ്പേഴ്സായ BAയും അതേപോലെ BCയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇങ്ങനെ വരുന്ന മൊമെന്റിന് നമ്മൾ മെമ്പറിലേക്ക് അലൗ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊമെന്റ് കാരണം ഫാർ എൻഡിൽ ഒരു മൊമെന്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആ മൊമെന്റിനെയാണ് നമ്മൾ ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറയുക. അതായത് ABCDയിൽ ഞാൻ എടുത്തേക്കുന്ന ജോയിന്റ് B ആണ്. ബിയിൽ വരുന്ന മൊമെന്റിനെ ഞാൻ അതിൻ്റെ മെമ്പേഴ്സായ BAയിലേക്കും BCയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മെമ്പറിൽ വരുന്ന മൊമെന്റ് കാരണം അതിൻ്റെ ഫാർ എൻഡിൽ, ഇപ്പം BA ആണ് മെമ്പർ എങ്കിൽ A എന്ന് പറയുന്നത് ഫാർ എൻഡ് ആയിരിക്കുമല്ലോ, ആ A എന്ന് പറഞ്ഞ ഫാർ എൻഡിൽ ഒരു മൊമെന്റ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആ ഒരു മൊമെന്റിന് നമ്മൾ പറയുന്നത് ക്യാരി ഓവർ മൊമെന്റ് എന്നാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യാരി ഓവറിങ് മൊമെന്റും കൂടി ചെയ്യുന്നുണ്ട് ഫാർ എൻഡിൽ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജോയിന്റ് കൺസിഡർ ചെയ്യുന്നു, ഞാൻ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ക്യാരി ഓവറിങ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ വരുന്നത്. ഓക്കെ,
പിന്നെ അതിനുശേഷം ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി ഓരോ ജോയിൻ്റ് എടുത്തിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കാതെ എല്ലാ ജോയിൻസിനെയും സൈമിൾട്ടേനിയസ്ലി ബാലൻസ് ചെയ്യുകയാണ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മൊമെൻറ്റിനെ ക്യാരി ഓവറിങ് ചെയ്യുന്നുണ്ട്. പിന്നൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നത് ഈ ഒരു മെത്തേഡ് ആദ്യം നമ്മൾ ഫിക്സ്ഡ് എൻഡ് ബീംസിന് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന ഒരു കണ്ടീഷനിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വന്ന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് കേസ് വരുമ്പോൾ, ഫാർ എൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ആകുമ്പം കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഈ ഒരു മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐട്രേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതെന്തുകൊണ്ട് ഐട്രേറ്റീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. റീസൺ ബേസിക്കലി ഇതാണ്, നമ്മൾ മൊമെൻറ്റിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ക്യാരി ഓവർ ചെയ്യുന്നുണ്ട്, വീണ്ടും ജോയിൻസിലുള്ള വീണ്ടും ബാലൻസിങ്, ഡിസ്ട്രിബ്യൂട്ടിങ്, ക്യാരി ഓവറിങ് ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ മൊമെൻറ്റ് എപ്പോഴാണോ ഡിസ്ട്രിബ്യൂട്ടഡ് മൊമെൻറ്റ് എപ്പോഴാണോ നെഗ്ലിജിബിൾ ആവുന്നത് ആ ടൈം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ സ്റ്റിഫ്നെസ് എന്താണെന്ന് നോക്കാം. സ്റ്റിഫ്നെസ് ഈസ് ദ മൊമെൻറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് റൊട്ടേഷൻ അറ്റ് എ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ഓഫ് എ മെമ്പർ. അതായത് ഒരു യൂണിറ്റ് റൊട്ടേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മൊമെൻ്റ് ആണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര മൊമെൻ്റ് ആണോ ആവശ്യമായിട്ട് വരുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ഓഫ് എ മെമ്പറിൽ, അതിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് K എന്ന ആൽഫബറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഫാർ എൻഡ് ഫിക്സ്ഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിഫ്നെസ് ഫാക്ടർ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 4EI/L ആണ്. ഇനി ഫാർ എൻഡ് സിംപ്ലി സപ്പോർട്ടഡ് റോളർ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിഫ്നെസ് ഫാക്ടർ 3EI/L ആണ്. 4EI/L വെച്ചാലും ചെയ്യാൻ പറ്റും, പക്ഷേ ഐട്രേറ്റീവ് പ്രൊസീജിയർ കൂടും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംപ്ലി സപ്പോർട്ടഡ് ഫാർ എൻഡ് ആവുന്ന കേസിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കുറച്ച് മുന്നേ. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഫാക്ടറാണ്. സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് റോളർ അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആണെങ്കിൽ 3EI/L എന്ന വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം നോക്കാം. ക്യാരി ഓവർ ഫാക്ടർ. A moment applied at the near end induces at a fixed far end a moment equal to half of its magnitude in the same direction. ഞാൻ നിങ്ങളോട് ക്യാരി ഓവർ മൊമെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മെമ്പറിൽ വരുന്ന മൊമെൻറ്റ് കാരണം അതിൻ്റെ ഫാർ എൻഡിൽ ഒരു മൊമെൻറ്റ് ഇൻഡ്യൂസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിനെയാണ് നമ്മൾ ക്യാരി ഓവർ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ക്യാരി ഓവർ ഫാക്ടറാണ് പറയുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? നിയർ എൻഡിൽ ഒരു മൊമെൻറ്റ് അപ്ലൈ ആവുന്ന സമയത്ത് ഫാർ എൻഡിൽ ഒരു മൊമെൻറ്റ് ഇൻഡ്യൂസ് ആവുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ക്യാരി ഓവർ